പരിഷ്കരണം ചെയ്തത് ഭൂസ്വാമിമാരായ സമ്പന്നന്മാർക്ക് EMSനെ പോലുള്ളവർ അവരോട് പോയി സംസാരിച്ച് അവരോട് നിങ്ങൾ ഭൂമി 5 ഏക്കർ വീതം ഓരോ കുടുംബങ്ങളുടെ ഓരോ അംഗങ്ങളുടെയും പേരിൽ എഴുതി വെക്കാൻ പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങളത് വിറ്റ് നിങ്ങളത് പണമായി ബാങ്ക് രൂപപ്പെടുത്താൻ പറഞ്ഞു. 64,000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന വ്യക്തി അത് മുഴുവൻ സമൂഹത്തിന്, പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും കൊടുത്തിട്ട് ഒരു മുഖ്യമന്ത്രിയായി വയസ്സാം കാലത്ത് മരിച്ചത് ഒരു വാടക വീട്ടിൽ കിടന്നിട്ടാണ്. ആ വ്യക്തിയാണ് ഈ ഇദ്ദേഹം പറഞ്ഞത് ഭൂപരിഷ്കരണം ബില്ല് പാസ്സാക്കുന്നുണ്ട്, കേരളത്തിലെ എല്ലാ നമ്പൂതിരി ആലയങ്ങളിലും പോയി 5 ഏക്കർ വീതം സ്വന്താക്കാം. പച്ച നുണകൾ. ഏത് പുസ്തകത്തിൽ നിന്നാണ് നിങ്ങളിത് വായിച്ചത്? കേരളത്തിലെ 22,000-ത്തിലധികം കോളനികളുണ്ട്. ആ കോളനികളിൽ ഭൂരിഭാഗവും കഴിയുന്നത് ദളിത്, പിന്നോക്ക, മുസ്ലിം ജനവിഭാഗങ്ങളാണ്. 3 സെന്റിനകത്തും 2 സെന്റിനകത്തും ശ്വാസം മുട്ടി കഴിയുന്നത്. അതിനെപ്പറ്റി ചോദ്യം ചോദിക്കരുതെന്നാണോ നിങ്ങൾ കരുതുന്നത്? ഇസ്ലാമോഫോബിയയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൽ ഇത്രയധികം മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയിട്ടുള്ള ആള് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹമാണ് ശരീഅത്ത് വിവാദം കൊണ്ടുവന്നത്. സരസ്വതി വിജയം തുടങ്ങിയിട്ടുള്ള ഒരു നവോത്ഥാന നോവൽ പാരമ്പര്യമുണ്ട്. നിർഭാഗ്യവശാൽ നമുക്ക് ലക്ഷണമൊക്കാത്ത കൃതികളായിട്ടാണ് നമ്മൾ അവയെ കണ്ടത്. ഇന്ദുലേഖ എന്ന ലക്ഷണമൊത്ത കൃതിയിലേക്ക് സാഹിത്യ പഠിതാക്കൾ വളരെ പെട്ടെന്ന് മാറുകയും നിരന്തരം അത് നമ്മുടെ എല്ലാ വിദ്യാലയങ്ങളിലും സ്ഥാപിച്ച് വരികയും ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു പ്രത്യേക സമൂഹത്തിൻ്റെ അവകാശങ്ങളിൽ മാത്രം ഊന്നിയ മലയാളി മെമ്മോറിയൽ കേരളത്തിൻ്റെ മൊത്തം ആളുകളുടെ പ്രശ്നം അഭിസംബോധന ചെയ്ത ഒരു മെമ്മോറിയലാണ് എന്ന ഒരു നുണ അത് റിപ്പോർട്ട് കൊടുത്ത അന്ന് മുതൽ ഇന്ന് വരെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, ബംഗാളിലെ ഉപരി വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളെ മാത്രം അഭിസംബോധന ചെയ്ത ബംഗാൾ നവോത്ഥാനം ഇന്ത്യയുടെ മൊത്തം നവോത്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്ന് നിരന്തരം പ്രചരിപ്പിക്കുവാൻ സാധിക്കുന്നു. അതേസമയം എനിക്ക് മുമ്പ് സംസാരിച്ച 2 പേരും പറഞ്ഞതുപോലെ കേരളത്തിലെ തദ്ദേശ ജനസമൂഹങ്ങളുടെ നവോത്ഥാനവും അതുപോലെ മഹാരാഷ്ട്രയിലെ ഫുലെ ഉൾപ്പെടെയുള്ളവർ മുന്നോട്ട് വെച്ച നവോത്ഥാനവും ഓരോ സന്ദർഭങ്ങളിലും അത് മറക്കുകയോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സംവാദങ്ങളിൽ നിന്നും ഒഴിവാകുവാൻ മലയാളിയെ നിരന്തരം പരിശീലിപ്പിക്കുന്ന ഒരു മുഖ്യധാര ബോധം നമ്മളുടെ പൊതുമണ്ഡലങ്ങളിൽ നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തു. ഈ മുഖ്യധാര ബോധമാണ് സത്യത്തിൽ ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ സമൂഹത്തിൻ്റെ വികാസത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്ന് നമ്മൾ ഇനിയും ചിന്തിക്കുവാൻ വൈകിക്കൂടാ എന്നതാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അടിത്തറയായി മാറിയത് ഈ നവോത്ഥാന ആശയങ്ങളായിരുന്നു. പ്രധാനമായിട്ടും ഗാന്ധിജിയുടെ മുൻകൈയിൽ രൂപപ്പെട്ട ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിലെ എല്ലാ നവോത്ഥാന നേതൃത്വങ്ങളെയും നേരിട്ട് കണ്ട് നേരിട്ട് സംവദിച്ച് പരിഷ്കരിച്ചും സ്വയം തിരുത്തിയും ഒരളവോളമെങ്കിലും, ഗാന്ധിജി ഒരു പൂർണ്ണനായ വ്യക്തിയാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ തന്നെ ആശയങ്ങൾ ഓരോ ഘട്ടത്തിലും അദ്ദേഹം തന്നെ പരിഷ്കരിച്ചും സ്വയം തിരുത്തിക്കൊണ്ടുമാണ് ദേശീയ പ്രസ്ഥാനം നമ്മളുടെ നവോത്ഥാന ആശയങ്ങളെ സ്വീകരിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ടാണ് ശ്യാംകുമാർ സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുകയും ചെയ്യുന്നത്. അഥവാ നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിലും നമ്മുടെ ഭരണഘടനയിലും നവോത്ഥാനത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ പ്രതിഫലനം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടനയെ നിരന്തരം അവഗണിക്കുക, ഇന്ത്യൻ ഭരണഘടനയെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ നമ്മൾ ഘാതകവധം, സരസ്വതി വിജയം, ഫൂലെ, കേരളത്തിലെ തദ്ദേശ നവോത്ഥാനം ഇവയൊക്കെ നിരന്തരം നമ്മൾ അവഗണിച്ചതുപോലെ ഇന്ത്യൻ ഭരണഘടനയെയും നമ്മൾ നിരന്തരം അവഗണിക്കുകയായിരുന്നു. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ ഘട്ടത്തിൽ പ്രതിപക്ഷത്ത് ഇരിക്കുവാൻ അവസരം ലഭിച്ച ഒരു ആശയം കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം വർഷങ്ങളോളം
ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിക്കാനാണ് ശ്രമിച്ച് വന്നിരുന്നത്. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു വലതുപക്ഷ മുതലാളിത്ത പാർലമെൻറ്റാണ് എന്നാണ് അവർ നിരന്തരം ജനങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർ അംബേദ്കറിനെ ഒരു മുതലാളിത്തത്തിൻ്റെ ചാരൻ എന്നാണ് അവർ വിളിച്ചുകൊണ്ടിരുന്നത്. കുറഞ്ഞത് 2000 വരെയെങ്കിലും ഈ ആശയമായിരുന്നു ആ രാഷ്ട്രീയ ദർശനങ്ങളുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ഭരിച്ചിരുന്നത്. അവർ നിരന്തരം ഇലക്ട്രൽ പൊളിറ്റിക്സിൽ മത്സരിക്കുന്നവരും അധികാരം ഉപയോഗിക്കുന്നവരും ഒക്കെയാണ്. പക്ഷേ അവർ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുകയില്ല, ഇന്ത്യൻ പാർലമെൻറ്റിനെ അംഗീകരിക്കുകയില്ല. ഇതാണ് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനയെ തകർക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച 2 ഘടകങ്ങളിൽ ഒന്ന്. ഒരു വശത്ത് മനുസ്മൃതിവാദം മുന്നോട്ട് വെച്ച മനുവാദികളുടെ താല്പര്യങ്ങൾ, മറുവശത്ത് മാർക്സിയൻ ആശയങ്ങൾ പിന്തുടരുന്ന എന്ന് സ്വയം വിചാരിച്ചിരുന്ന, സത്യത്തിൽ അവർ മാർക്സിസ്റ്റുകളൊന്നും അല്ല, അവർ വിചാരിക്കുകയാണ്, അല്ലെങ്കിൽ അവരിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഈ 2 ആശയങ്ങളും കഴിഞ്ഞ 75 വർഷവും ഇന്ത്യൻ നവോത്ഥാനത്തെയും ഇന്ത്യൻ ഭരണഘടനയെയും ദേശീയ നേതൃത്വങ്ങളെയും നിരന്തരം ആക്രമിക്കുകയും ഇത് ഫലത്തിൽ മനുവാദത്തിന് അനുയോജ്യമായ ഒരവസരം ഒരുക്കി കൊടുക്കുകയും ആയിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്പം നാരായണ ഗുരു, അയ്യൻകാളി, സഹോദരനയ്യപ്പൻ, മമ്പുറം തങ്ങൾ, വൈകികലപ്പച്ചൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ നവോത്ഥാന പഠനങ്ങളൊക്കെ രൂപപ്പെട്ടപ്പോൾ അതിനെ 90കളിൽ വർഗീയ പഠനങ്ങൾ എന്നാണ് ഇത്തരം സംവാദ മണ്ഡലങ്ങൾ വിളിച്ചത്. ഇപ്പോൾ അതിനെ സ്വത്വ പഠനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഒരു വശത്ത് വർഗീയ പഠനങ്ങൾ എന്ന് വിളിച്ചുകൊണ്ട് കഴിഞ്ഞ 10-30 വർഷം അതിനെ ഒഴിവാക്കിക്കൊണ്ടിരുന്നു. പിൽക്കാലത്ത് സമകാലത്ത് സ്വത്വവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നു. ഫലത്തിൽ ഇത്തരത്തിലുള്ള ആശയങ്ങളാണ് ഇന്ത്യയുടെ നവോത്ഥാനത്തെ നിരന്തരം പുറത്ത് നിർത്തുവാൻ ശ്രമിച്ചു വന്നിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ദ്രാവിഡ മതങ്ങൾ, സിഖ് മതങ്ങൾ, PRDS, രവിദാസി, ബുദ്ധിസം, ജൈനം തുടങ്ങിയിട്ടുള്ള സ്വതന്ത്രമായ ആശയങ്ങളുള്ള, ജനാധിപത്യ മൂല്യങ്ങളുള്ള, തുല്യത കൽപ്പിച്ച ഇന്ത്യയിലെ മതങ്ങൾക്കൊന്നും തന്നെ അവരുടേതായ ഒരു സ്വാതന്ത്ര്യം ലഭിച്ചില്ല. അവയൊക്കെയും ഹിന്ദു വ്യക്തി നിയമങ്ങളുടെ ഭാഗമാവുകയും ഫലത്തിൽ ഹിന്ദുമതത്തിൻ്റെ ഭാഗമായി അവയെ സ്ഥാപിക്കുകയുമാണ് ചെയ്തത്. ഇതിലൂടെ ഈ മതങ്ങൾക്കൊന്നും തന്നെ സ്വതന്ത്രമായ ആശയങ്ങൾ ആ അർത്ഥത്തിൽ ആവിഷ്കരിക്കുവാനോ നടപ്പിലാക്കുവാനോ സാധിച്ചില്ല. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും കഴിഞ്ഞ 75 വർഷങ്ങളായിട്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തരം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും നവോത്ഥാന ആശയങ്ങളെ പിറകോട്ട് കൊണ്ടുപോകുന്നതിന് കാരണമായി തീരുകയുണ്ടായി. നവോത്ഥാന ആശയം പിറകോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അജയ് ശേഖർ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ പ്രാതിനിധ്യ അവകാശങ്ങളിൽ നിന്നും അത് ആരുമായിക്കോട്ടെ, അത് ട്രാൻസ്ജെൻഡർ ആയിക്കൊള്ളട്ടെ, അത് ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇനിയും ഒരുപക്ഷെ പുതിയ രൂപത്തിൽ നമ്മൾ വിലയിരുത്തിയിട്ടില്ലാത്ത സമൂഹങ്ങളായിക്കൊള്ളട്ടെ, റെപ്രസെൻറ്റേഷൻ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പക്ഷേ റെപ്രസെൻറ്റേഷനെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ നിരന്തരം അധികാരികൾ പിന്മടങ്ങുന്നതാണ് നമ്മൾ മുൻപും കാണുന്നത്. ഇപ്പോൾ 4-ാം ഇടം, 3-ാം ഇടം പോലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടന്ന 90കളിൽ പോലും റെപ്രസെൻറ്റേഷനെ കുറിച്ചിട്ടല്ല സംസാരിച്ചിരുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അധികാരവും സമ്പത്തും രൂപപ്പെടുത്തുന്ന വ്യക്തികൾക്കോ സമൂഹങ്ങൾക്കോ മാത്രമേ ഇന്ത്യയിലെ ഈ ജീർണതയിൽ നിന്നും മുന്നോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. അതിൻ്റെ പല പ്രതിഫലനങ്ങളും, ഇപ്പോൾ ഗാന്ധിയൻ ആശയങ്ങളോട് താല്പര്യപ്പെട്ട വിനോബ ഭാവെ പ്രസ്ഥാനം, വിനോബ ഭാവെ പ്രസ്ഥാനം സമൂഹത്തിലെ മുഖ്യധാരയുടെ ഉള്ളിൽ തന്നെ ഒരു പരിണാമത്തിനാണ് ശ്രമിച്ചത്. അതിൻ്റെ ഒരു കേരളത്തിൻ്റെ ഒരു തെളിവാണ് മലപ്പുറം ജില്ലയിലെ ഒരു ഗ്രാമത്തിലെ വിനോബ ഭാവെയുടെ ശിഷ്യൻ 1500 ഹരിജന കുടുംബങ്ങൾക്ക്, പുതിയ രീതിയിൽ പറയുമ്പോൾ ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾക്ക്, തൻ്റെ സ്വന്തം അദ്ദേഹം ഗുജറാത്തിൽ നിന്ന് വരുന്ന ഒരു കച്ചവടക്കാരനായ ഷേണായി വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം തൻ്റെ കുടുംബ സ്വത്ത് വിറ്റ് 1500 കുടുംബങ്ങൾക്ക് അദ്ദേഹം 2 ഏക്കർ ഭൂമി വീതം അദ്ദേഹം വിതരണം ചെയ്യുകയും അത് മറ്റ് ആളുകൾക്ക് വിറ്റ് നഷ്ടപ്പെടാതിരിക്കുവാൻ ഈ കുടുംബങ്ങൾ തന്നെ അവർക്കുള്ളിൽ മാത്രമാണ് ഇതിൻ്റെ ക്രയവിക്രയമെന്ന്
രേഖ എഴുതി വെക്കുകയും ഇന്നും നെടിയിരുപ്പ് കോളനി എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ഭൂപ്രദേശം, ആ വിഭാഗങ്ങൾ ഇന്നും അവരുടെ കൈവശം നമുക്ക് കാണുവാൻ സാധിക്കും. 2 ഏക്കർ ഭൂമി വീതമാണ് ഓരോ കുടുംബങ്ങൾക്കും നൽകിയത്. അതേസമയം കേരളത്തിലെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഭൂപരിഷ്കരണം എന്താണ് ചെയ്തത്? ഭൂപരിഷ്കരണം ചെയ്തത് ഭൂസ്വാമിമാരായ സമ്പന്നന്മാർക്ക് EMS പോലുള്ളവർ അവരോട് പോയി സംസാരിച്ച് അവരോട് ഒന്നുകിൽ നിങ്ങൾ ഭൂമി 5 ഏക്കർ വീതം ഓരോ കുടുംബങ്ങളുടെ ഓരോ അംഗങ്ങളുടെയും പേരിൽ എഴുതി വെക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങളത് വിറ്റ് നിങ്ങളത് പണമായി ബാങ്ക് രൂപപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ വിറ്റ് പണമാക്കിയവർ ഗൃഹലക്ഷ്മി ബാങ്ക് രൂപപ്പെടുത്തി. അല്ലാത്തവർ വീട്ടിലെ ഓരോ കുടുംബാംഗങ്ങളുടെ പേരിലും 5 ഏക്കർ ഭൂമി വീതം അത് വീതിച്ചു. അതിനുശേഷമാണ് ഭൂപരിഷ്കരണം നടന്നത്. ആ ഭൂപരിഷ്കരണത്തിൽ 5 സെന്റും 2 സെന്റിനും അപ്പുറത്തേക്ക് ഭൂരഹിതരായ കുടിയാന്മാരായ യഥാർത്ഥ തൊഴിലാളികൾക്ക് കിട്ടിയില്ല, യഥാർത്ഥ അധ്വാന സമൂഹങ്ങൾക്ക് കിട്ടിയില്ല. അവിടെ തന്നെ TV ചന്ദ്രനെ പോലുള്ള സംവിധായകന്മാർ പറയുന്നത് പോലെ പണി നോക്കി നിന്നവന്, വയലിൽ നോക്കി നിന്നവന് ഭൂമി കിട്ടി, വയലിൽ ഇറങ്ങി പണിതവന് ഭൂമി കിട്ടിയില്ല. ഇതാണ് കേരളത്തിൽ നടന്ന ഭൂപരിഷ്കരണം. കേരളത്തിലെ എയ്ഡഡ് വിദ്യാഭ്യാസത്തെക്കുറിച്ചും കേരളത്തിലെ ഗവൺമെൻറ് സെക്ടറുകളുടെ ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് തകർന്നടിഞ്ഞു പോകുന്നതിനെ സംബന്ധിച്ചും കേരളത്തിലെ ഓരോ സംവിധാനങ്ങളിലെയും റിസർവേഷനുകളുടെ അട്ടിമറികളെക്കുറിച്ചുമൊക്കെ നമ്മളിവിടെ നിലവിൽ എനിക്ക് മുമ്പുള്ളവർ സംസാരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നവോത്ഥാനം എന്ന് പറയുന്നത് ലക്ഷ്യം വെച്ചത് സമ്പത്തും അധികാരവുമുള്ള ആളുകളായി ഓരോ ഇന്ത്യക്കാരെയും മാറ്റി തീർക്കുക എന്നുള്ളതാണ്. അത് ദലിതരെയോ ആദിവാസികളെയോ ദരിദ്രരെയോ സ്ത്രീകളെയോ എന്ന നിലയിലൊന്നുമല്ല, ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും. അതുകൊണ്ടാണ് നമ്മളൊരു ക്ഷേമരാഷ്ട്ര സങ്കല്പം എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ക്ഷേമരാഷ്ട്രം, വെൽഫെയർ സ്റ്റേറ്റ് എന്നൊരു ആശയം നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ആ അർത്ഥത്തിൽ സമ്പത്തും അധികാരവും ഇന്ത്യയിലെ പൗരന്മാർക്ക് ലഭ്യമാക്കുന്നതിനുള്ള ഏത് തരത്തിലുള്ള പദ്ധതിയാണ് അതിൻ്റെ പ്രായോഗികതയിൽ സംഭവിച്ചത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകൾ ഇന്നും ഭൂരഹിതരായി ജീവിക്കേണ്ടി വരുന്നു. കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുന്നവർ കിടപ്പാടമില്ലാത്തവരായി പോകുന്നു. 2-3 സെന്റ് ഭൂമി പോലും വിതരണം ചെയ്തിരുന്ന സംവിധാനങ്ങൾ ഇല്ലാണ്ടാവുകയും അവരെ വായുവിൽ, ആകാശത്ത് അവരെ ഇടുങ്ങിയ മുറികളിൽ അവരെ തൂക്കി നിർത്തുന്ന പുതിയ ഫ്ലാറ്റ് പരിപാടികൾ ആവിഷ്കരിക്കുന്നു. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിലെ ആദിവാസികൾക്ക് 1 ഏക്കർ ഭൂമി വരെ വാങ്ങാമായിരുന്ന ആശിക്കും ഭൂമി ആദിവാസികൾക്ക് എന്ന പ്രോജക്റ്റ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടപ്പിലാക്കുന്നില്ല. ഫയല് മടക്കി മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ ഭൂമിയുടെ അവകാശത്തിൽ നിന്നും, വിദ്യാഭ്യാസത്തിൻ്റെ അവകാശത്തിൽ നിന്നും, സമ്പത്തിൻ്റെ അവകാശത്തിൽ നിന്നും, തൊഴിലിൻ്റെ അവകാശത്തിൽ നിന്നും നിരന്തരമായി അട്ടിമറിക്കപ്പെടുന്ന മനുഷ്യർ. ഇതാണ് നവോത്ഥാനത്തിൻ്റെ അട്ടിമറി എന്ന് പറയുന്നത്. അതല്ലാതെ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൻ്റെ അട്ടിമറിയല്ല. ഇപ്പോൾ പാലക്കാട് ഷെഡ്യൂൾഡ് കാസ്റ്റ് വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഫണ്ട് കൊണ്ട് പാലക്കാട് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങി. ഏതാണ്ട് 170ഓളം വിദ്യാർത്ഥികൾ ഒരു വർഷം പഠിച്ച് പുറത്തിറങ്ങുന്നു. നേഴ്സ് വിദ്യാർത്ഥികൾ പുറത്തിറങ്ങുന്നു. അവർക്ക് ആ മെഡിക്കൽ കോളേജിൽ ജോലി ലഭിക്കുന്നു. പാലക്കാട് പോലുള്ള സ്ഥലത്ത് ആ മെഡിക്കൽ കോളേജ് ഒരു വലിയ ഒരു സ്ഥാപനമായി വികസിച്ചു വരുന്നു. ആ പ്ലാൻ തന്നെയും അട്ടിമറിക്കപ്പെട്ടതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വിഭാഗങ്ങളുടെ സാമ്പത്തികമായ വികാസം, സാമൂഹികമായ വികാസം, വിദ്യാഭ്യാസമായ വികാസം, അല്ലെങ്കിൽ അവരുടെ സ്ഥാപനങ്ങൾ രൂപപ്പെടുത്താനുള്ള അവരുടെ വികാസം, വിദേശ തൊഴിലിന് വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമങ്ങൾ, വിവിധ ഭാഷകൾ പഠിക്കാനുള്ള അവരുടെ ആഗ്രഹങ്ങൾ, ഇവയൊക്കെ ഓരോന്നിനെയും തടസ്സം ചെയ്യുകയും ആ തടസ്സം ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ അധികാരികളാണ്. ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്യുന്ന അധികാരികളാണ് അവർ. ആ തൊട്ട് സത്യം ചെയ്യുമ്പോൾ മാത്രമേ അവർ ഒരു തന്ത്രമാണ്. ആ സമയത്ത് മാത്രം അവരുടെ ഉള്ളിലുള്ളത് വളരെ കൃത്യമായ വർഗീയതയാണ്. അവരുടെ ഉള്ളിലുള്ളത് വളരെ കൃത്യമായ സ്വസമുദായ താല്പര്യങ്ങൾ മാത്രമാണ്. അത് അധ്യക്ഷ തന്നെ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞു. അധ്യക്ഷയുടെ തന്നെ ഗ്രാമത്തെ അത് മാതൃകയാക്കി കഴിഞ്ഞു. അത് ഇന്ത്യയിൽ ഉടനീളം അത് സംഭവിച്ചുകൊണ്ടേയിരുന്നു. അത് കുറച്ചുകൂടി വ്യക്തമായി സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നവോത്ഥാനം എന്ന മൂല്യം അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേക വസ്തുവൊന്നുമല്ല. നവോത്ഥാന മൂല്യം എന്നത് ഇന്ത്യയിലെ മനുഷ്യർക്ക്
അധികാരത്തിലും സമ്പത്തിനും പ്രവേശിക്കുന്നതിനും അവർക്ക് നിരന്തരമായി വികസിക്കുന്നതിനുമുള്ള അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു അവസരം കേരളത്തിൽ എന്തായാലും ഇല്ല എന്ന് ഉറപ്പാണ്. കേരളത്തിൽ കുറച്ചു കാലമായി 1.5 വർഷമായി സ്റ്റൈബൻഡോ ലംസം ഗ്രാൻഡോ ഫെലോഷിപ്പോ ലഭിക്കാത്ത വിദ്യാർത്ഥികളാണ് കേരളത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും ഉള്ളതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഈ രീതിയിൽ അവർക്ക് അവരുടെ അവകാശം, അവർക്ക് ലഭിക്കേണ്ട അവകാശം നഷ്ടപ്പെടുത്തുന്നത്? അവർ ഹോസ്റ്റലിൽ താമസിക്കുന്നവരുണ്ട്, സ്വകാര്യ ഹോസ്റ്റലുകളിൽ താമസിക്കുന്നവരുണ്ട്, ഡേ സ്കോളേഴ്സ് ആയിട്ടുള്ളവരുണ്ട്, ഗവേഷണം നടത്തുന്നവരുണ്ട്. 25 ഗവേഷകർ നിയമസഭയുടെ മുമ്പിൽ അവരുടെ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് അവർക്ക് കുത്തിയിരിപ്പ് അല്ലെങ്കിൽ പട്ടിണി സമരം നടത്തേണ്ടി വന്നു. ഈ ഗവേഷകർ എങ്ങനെയാണ് ഗവേഷണം നടത്തുക? എങ്ങനെയാണ് അവർ ഫീൽഡ് വർക്ക് നടത്തുക? എങ്ങനെയാണ് അവരുടെ ഡേ ടു ഡേ ലൈഫ് നടത്തുക? എങ്ങനെയാണ് അവർ ഹോസ്റ്റൽ ഫീസ് നടത്തുക? വിദ്യാർത്ഥികൾക്ക്, ഗവേഷകർക്ക് പോലും ഇതാണ് അവസ്ഥയെങ്കിൽ സാധാരണ തൊഴിലാളികളുടെ അവസ്ഥ എന്താണ്? എനിക്ക് പരിചയമുള്ള ബഹുഭൂരിപക്ഷം തൊഴിലാളികളും പറയുന്നത് കേരളത്തിൽ കുറെ കാലമായി തൊഴിൽ രാഹിത്യം നിരന്തരമായി അനുഭവപ്പെടുന്ന ഒരു അന്തരീക്ഷമാണ് ഉള്ളതെന്നാണ്. അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് തുച്ഛമായ വളരെ ചെറിയ വരുമാനം കൊണ്ട്, ചെറിയ കൂലി കൊണ്ട് അവരാൽ തൊഴിൽ ചെയ്യപ്പെടുകയും കേരളത്തിലെ തൊഴിലാളികൾ നിരന്തരമായി പുറത്തു നിൽക്കുന്ന കെട്ടിട നിർമ്മാണ തൊഴിൽ മേഖലയിൽ നിന്നൊക്കെ ബഹുഭൂരിപക്ഷം മലയാളികളായ തൊഴിലാളികളും പുറത്തു നിൽക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കേരളത്തിൻ്റെ തൊഴിൽ മേഖല ചെന്നെത്തിയിട്ടുള്ളത്. ഗവൺമെന്റ് മേഖലകൾ നിരന്തരമായി സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. KSRTCയിൽ തന്നെ പ്രത്യേകമായ ചില സ്വകാര്യ സംവിധാനങ്ങൾ വരുന്നു. 15,000-ഓളം ആളുകളെ തീരുമാനിക്കുന്നതും യാതൊരുവിധ റിസർവേഷന്റെയും മാനദണ്ഡത്തിലല്ല എന്ന് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നവോത്ഥാനം എന്നത് എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഒരു കവലപ്രസംഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാഷകന്റെ വായാടിത്ത താളത്തിന് വേണ്ടിയിട്ട് തുള്ളുന്ന കാര്യമല്ല. ഒരു മലയാളിക്ക്, ഒരു ഇന്ത്യക്കാരന്, ഒരു സാധാരണക്കാരിയായ പെൺകുട്ടിക്ക് സാമ്പത്തികവും സാമൂഹികവും ആയിട്ടുള്ള അവരുടെ ഉയർച്ച, അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കാൻ സാധിക്കുന്നുണ്ടോ എന്നതാണ് നമ്മളുടെ നവോത്ഥാനം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. ആ അർത്ഥത്തിലുള്ള ഒരു ശ്രമം നടത്തുവാൻ സാധിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നവോത്ഥാനം എന്ന ഒരു ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ. ഈ പറഞ്ഞ പാലക്കാട് മെഡിക്കൽ കോളേജിൽ ആ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ നിന്നും 5 ഏക്കർ ഭൂമി മറ്റൊരു നവോത്ഥാന നായകന് വേണ്ടിയിട്ട് ആ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ മാറ്റി വകയിരുത്തിയ ഒരു രീതിയിലാണ് നമ്മളുടെ നവോത്ഥാന രീതികളും നമ്മളുടെ പ്രയോഗ മാതൃകകളും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ FB പോസ്റ്റിൽ എനിക്ക് എഴുതേണ്ടി വന്ന ഒരു കാര്യമുണ്ട്. ഇവിടുത്തെ എയ്ഡഡ് മേഖല, ഇവിടുത്തെ ഗവൺമെന്റ് മേഖലയിലെ സ്വകാര്യവൽക്കരണം, ഇതിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും UGCയുടെ റിസർവേഷൻ അട്ടിമറിയിലോ അല്ലെങ്കിൽ NEPയിലോ ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ അന്തർധാരകൾ പലപ്പോഴും ഒരുപോലെയായി നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇതിനെ നമുക്ക് അദ്വൈതം എന്ന് വിളിക്കാം. രണ്ടല്ല, രണ്ടും ഒന്ന് തന്നെ എന്ന് നമുക്ക് വിളിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ദേശീയ നേതൃത്വങ്ങൾ, ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ വ്യക്തിത്വങ്ങൾ വളരെയേറെ ഇന്ത്യൻ സമൂഹത്തെ വളരെയേറെ ഭാവിയോടുകൂടി കണ്ട ആ ഒരു ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ത്യയിലെ ഡിപ്രസ്ഡ് ആയിട്ടുള്ള മനുഷ്യർക്ക്, ഇന്ത്യയിലെ ഭൂരഹിതരായ മനുഷ്യർക്ക്, ഇന്ത്യയിലെ തദ്ദേശ സമൂഹങ്ങൾക്ക്, സ്ത്രീകൾക്ക്, മറ്റ് ഇതര തരത്തിലുള്ള ശാരീരികമായ ക്ഷമതയില്ലാത്തവർക്ക്, ദരിദ്രർക്ക്, ഏത് ദരിദ്രർക്കുമായിക്കോട്ടെ, അവർക്കൊക്കെയും ഉയരുവാനുള്ള, അവർക്കൊക്കെയും വികസിക്കാനുള്ള, അവർക്കൊക്കെയും തുല്യമായി ജീവിക്കാനുള്ള ഒരു സംവിധാനം രൂപപ്പെടുന്നതിൻ്റെ പേരാണ് നവോത്ഥാനം. ആ തരത്തിലുള്ള ഒരു ചർച്ച രൂപപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. നമ്മൾ ഇന്ന് രാവിലെ ഞാൻ വായിച്ചൊരു വാർത്ത, നിങ്ങൾ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം. സ്വന്തം അനിയൻ സ്വന്തം ചേച്ചിയെയും ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ച മറ്റൊരു ജാതിക്കാരനായ ആ യുവാവിനെയും വെട്ടി കൊന്ന് തലയറുത്ത് ആ തല പബ്ലിക് ടൗണിന്റെ മുക്കിൽ കൊണ്ട് വെച്ച ഒരു വാർത്ത വായിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കേരള സമൂഹം പോകാതിരിക്കുന്നതും ഇവിടെ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾ മഴവിൽ സഖ്യങ്ങൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇതൊക്കെ തന്നെയാണ് ബംഗാളിലും മറ്റ് പല സ്ഥലങ്ങളിലും ഒക്കെ സംഭവിച്ചു. കുറെ മഴവിൽ സഖ്യങ്ങൾ നിങ്ങൾ ഉണ്ടാക്കുകയാണ്. ഇതിനൊക്കെ പൈസ എവിടുന്നാ വരുന്നത് എന്നുള്ളത് ഞങ്ങൾ മലയാളികൾക്ക് അറിയാം. അതുകൊണ്ട്
ഒരു വികസനവും ഇവിടെ ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം നടന്നിട്ടില്ല. 1957 EMSനെ ഇത്രയും മോശമായിട്ട് ഈ വ്യക്തി ഇവിടെ വിമർശിക്കും. ഞാൻ വ്യക്തി എന്ന് തന്നെയാണ് പറയുന്നത്, വളരെ ക്ഷോഭത്തോടു കൂടിയാണ് പറയുന്നത്. അദ്ദേഹം ആരായിരുന്നു? 64,000 ഏക്കർ ഭൂമി ഉണ്ടായിരുന്ന വ്യക്തി അത് മുഴുവൻ സമൂഹത്തിന്, പാർട്ടിക്കും ഇവിടുത്തെ ജനങ്ങൾക്കും കൊടുത്തിട്ട് ഒരു മുഖ്യമന്ത്രിയായി വയസ്സാം കാലത്ത് മരിച്ചത് ഒരു വാടക വീട്ടിൽ കിടന്നിട്ടാണ്. ആ വ്യക്തിയെയാണ് ഈ ഇദ്ദേഹം പറഞ്ഞത് ഭൂപരിഷ്കരണം ബില്ല് പാസ്സാക്കുന്നുണ്ട്, കേരളത്തിലെ എല്ലാ നമ്പൂതിരി ആലയങ്ങളിലും പോയി 5 ഏക്കർ വീതം സ്വന്താക്കാം. പച്ച നുണകൾ. ഏത് പുസ്തകത്തിൽ നിന്നാണ് നിങ്ങളിത് വായിച്ചത്? അല്ലെങ്കിൽ ഏത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ഇത് സംഭാഷണമാണോ അതോ ഇത് പ്രഭാഷണമാണോ അതോ തെറിവിളിയാണോ? അതൊന്നും ഇവിടെ അനുവദിക്കാൻ പോകുന്നില്ല. അല്ലല്ല, അത് മാഡം ഞങ്ങൾക്കുണ്ട് ചില അവകാശം. No, you didn't interfere when these 3 people are just abusing the government and abusing the 3 core people of Kerala. No, that cannot be agreed to. അത് പറയും, അത് പറയാൻ ഞങ്ങൾക്കും അവകാശമുണ്ട്, എനിക്കും അവകാശമുണ്ട്. അങ്ങനെയല്ല പ്രഭാഷണങ്ങൾ. ഇത് ഏകപക്ഷീയമായി. ഞാൻ ചോദിക്കട്ടെ, 57 ഭൂപരിഷ്കരണ ബില്ല്, 57 വിദ്യാഭ്യാസ പരിഷ്കരണ ബില്ല്, 57 അതേപോലെ തന്നെ കുടിയിരിപ്പ് സമരത്തിന് അനുവദിച്ച കുടികിടപ്പിനുള്ള ബദലുകൾ, ഇതേപോലെ ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്ന 3.25 ലക്ഷം വീടുകൾ, 650 സ്ക്വയർ മീറ്ററുള്ള വീടുകളാണ് ഇപ്പൊ കൊടുക്കുന്നത്. ഇതൊന്നും പുരോഗമനമല്ലേ? അതാ ഞാൻ പറയും, കേരളത്തിലെ വിദ്യാഭ്യാസ സിസ്റ്റം, കേരളത്തിലെ ആരോഗ്യ സിസ്റ്റം, കേരളത്തിലെ പൊതുവിതരണം, ഇതൊന്നും കാണാതെ നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ ക്രൂശിക്കാൻ ശ്രമിച്ചാൽ അത് കണ്ടു നിൽക്കാൻ കഴിയില്ല എന്ന് മാത്രം. ഓക്കെ, പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഈ പറയുമ്പോൾ എപ്പോഴും എതിർ ശബ്ദങ്ങളെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് അല്ല, അങ്ങനെ പറയും. ഒരാൾക്കാണെങ്കിലും, അതാണ് ജനാധിപത്യം, ഒരാൾക്കാണെങ്കിലും എതിർ ശബ്ദം ഉന്നയിക്കാനുള്ള അവസരമാണ് നമ്മൾ ഈ പറഞ്ഞ ഭരണഘടന നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് അഭിപ്രായം പറയാം, പക്ഷെ നമ്മൾ അത് വല്ലാതെ അധിക്ഷേപിക്കപ്പെടരുത്. ഇതിനോട് വളരെ ഈ എതിർ ശബ്ദങ്ങളെ ആദരിച്ചുകൊണ്ട് മാത്രം പ്രതികരിക്കാൻ ഞാൻ ഇവിടെ ഇരിക്കുന്ന 3 പേരും എൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർ അജയ് ശേഖറും ഡോക്ടർ MB മനോജും അക്കാദമിഷ്യന്മാരാണ്, രാഷ്ട്രീയക്കാരല്ല. അക്കാദമിക രാഷ്ട്രീയത്തെ ഉയർത്തിപ്പിടിക്കുന്നവരാണ്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടികളുടെ പടവാളുകളോ അതിൻ്റെ തൂലിക ഉന്തുന്നവരോ അല്ല ഞങ്ങൾ 3 പേരുമെന്ന് ആമുഖമായി സൂചിപ്പിക്കട്ടെ. ഞങ്ങൾ തീർച്ചയായിട്ടും നിഷ്പക്ഷരല്ല. ഞങ്ങൾക്ക് കൃത്യമായ പക്ഷമുള്ള 3 പേരാണ്. കൃത്യമായ പക്ഷമുണ്ട്, അത് സാമൂഹ്യ നീതിയുടെ പക്ഷമാണ്. പക്ഷേ എനിക്ക് പറയാൻ 3 കാര്യങ്ങളുണ്ട്. അത് പറയാതെ പോകുന്നത് ശരിയല്ല. ഒന്ന്, നമ്മളെല്ലാം കാര്യം പറയുമ്പോൾ എല്ലാം പറയണമല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പൊതുപണം ഒഴുകുന്നത് എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയാണ്. അതിനെപ്പറ്റിയാണ് അജയ് ശേഖറും MB മനോജും സൂചിപ്പിച്ചത്. അവിടെ ആദിവാസികളുടെയും ദളിതരുടെയും എയ്ഡഡ് മേഖലയിലെ പ്രാതിനിധ്യം 0.34%. ഈ ചോദ്യം ഉന്നയിക്കാൻ പാടില്ലെന്നാണോ നിങ്ങൾ കരുതുന്നത്? കേരളത്തിലെ ദേവസ്വം ബോർഡ് 90% സവർണരാൽ ഭരിക്കപ്പെടുന്ന സ്ഥാപനം. അവിടുത്തെ കോളേജുകൾ, സ്കൂളുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥാപനങ്ങൾ, അവിടുത്തെ ദളിതരുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതത്തിന് അവകാശമില്ല. അതിനെപ്പറ്റി MB മനോജും ഡോക്ടർ അജയ് ശേഖറും മിണ്ടരുതെന്നാണോ നിങ്ങൾ കരുതുന്നത്? കേരളത്തിലെ 22,000-ലധികം കോളനികളുണ്ട്. ആ കോളനികളിൽ ഭൂരിഭാഗവും കഴിയുന്നത് ദളിത, പിന്നോക്ക, മുസ്ലിം ജനവിഭാഗങ്ങളാണ്. 3 സെന്റിനകത്തും 2 സെന്റിനകത്തും ശ്വാസം മുട്ടി കഴിയുന്നത്. അതിനെപ്പറ്റി ചോദ്യം ചോദിക്കരുതെന്നാണോ നിങ്ങൾ കരുതുന്നത്? അപ്പോൾ ഇങ്ങനെ നിരവധിയായ ചോദ്യങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. ഞങ്ങൾ അക്കാദമിഷ്യന്മാരെന്ന നിലയ്ക്ക് കാര്യങ്ങളെ പ്രശ്നവൽക്കരിക്കുകയും അതിൻ്റെ ഡാറ്റ മുന്നോട്ട് വെക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ സംവാദത്തിനായി പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അക്കാര്യത്തെ വളരെ ജനായത്തപരമായ ഒരു സംവാദമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ താല്പര്യപ്പെടേണ്ടത്. അതിന് പകരം വെല്ലുവിളിച്ചത് കൊണ്ടോ അസഭ്യം പറഞ്ഞതുകൊണ്ടോ ഒന്നും സത്യം സത്യമല്ലാതാവുകയോ വസ്തുത വസ്തുതയല്ലാതാവുകയോ ചെയ്യുന്നില്ല. അക്കാദമിഷ്യന്മാരോട് തന്നെയാണ് ചോദിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ റൈവലറിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഇത് പറയുന്നതെങ്കിൽ ഈ ചോദ്യം ഇല്ല. പക്ഷെ അക്കാദമിഷ്യനായിട്ട് പറയുമ്പോൾ ചില ചോദ്യങ്ങളുണ്ട്. ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യയിലെ ഭൂഷാസിയുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിന്നിട്ടില്ല. അതിന് വിമർശിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയെ വിമർശിക്കാൻ പാടില്ലാത്തൊരു സാധനമാണ് എന്ന് മനോജ് ഇവിടെ പറയുമ്പോൾ അതെങ്ങനെയാ അക്കാദമിഷ്യൻ എന്ന നിലയിൽ വിഴുങ്ങുന്നത്?
ഇന്ത്യൻ പാർലമെന്റ് ഈ ത്രൂ ഔട്ട് കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കൊണ്ട് ഇന്ത്യയിലെ കോർപ്പറേറ്റുകളുടെയും ഇന്ത്യയിലെ ഭൂഷാസിയുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചു വന്നതിന്റെ ചരിത്രം നമുക്കറിയാം. അതിന്റെ ഡേറ്റ നമ്മൾക്കുണ്ട്. അതിൽ അന്യവൽക്കരിക്കപ്പെട്ട ദളിതരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെയും ചരിത്രമുണ്ട്. അപ്പൊ നമ്മൾ പാർലമെന്റിനെ വിമർശിക്കാതെ, ഭരണഘടനയുടെ അത്തരം ഭാഗങ്ങളെ വിമർശിക്കാതെ അത് എക്കാലത്തേക്കും പിറന്ന ഒരു വിശുദ്ധ ശിശുവായിട്ട് കാണാൻ പറ്റുമോ? അത് വിമർശിച്ച മനുഷ്യരെയും ഇവിടുത്തെ സംഘപരിവാർ ആളുകളെയും സമീകരിക്കുന്ന പണി വി.ഡി. സതീശൻ ചെയ്താൽ അത് മനസ്സിലാവും. പക്ഷെ എം.പി. മനോജ് അക്കാദമിഷ്യൻ എന്ന നിലയിൽ ഇവിടെ അവതരിപ്പിച്ചാൽ അത് തുടങ്ങാതെ വിഴുങ്ങിട്ട് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അല്ല, മനോജ് പ്രതികരിക്കുന്നില്ല. തീർച്ചയായിട്ടും അല്ല, ഇത് പ്രതികരണം അർഹിക്കുന്ന ചോദ്യമാണ്. അതിന് എൻ്റേതായ നിലയ്ക്കുള്ള മറുപടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യൻ ഭരണഘടന തീർച്ചയായും വിമർശനരഹിതമായ ഒരു ഡോക്യുമെൻ്റ് അല്ല. തീർച്ചയായും എൻ്റെ അഭിപ്രായം അതാണ്. വിമർശനം ഉണ്ട് നമുക്ക് ഭരണഘടനയോട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നിങ്ങൾ ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി വിമർശനം ഉന്നയിക്കുകയും ഭാരതീയ ന്യായ സംഹിതയെപ്പറ്റി ഒന്നും മിണ്ടാതിരിക്കുകയും ചെയ്യുക, പൗരത്വ നിയമത്തെ സംബന്ധിച്ച് മിണ്ടാതിരിക്കുക, സവർണ സംവരണം നടപ്പിലാക്കുന്നതിനെ സംബന്ധിച്ച് മിണ്ടാതിരിക്കുക. ഞാനിവിടെ എൻ്റെ സംഭാഷണ സന്ദർഭത്തിൽ സൂചിപ്പിച്ചു, പുതിയ ഭാരതീയ ന്യായ സംഹിത വന്നു കഴിഞ്ഞു, ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടാൻ പോകുന്നു. ആ ന്യായ സംഹിത അനുസരിച്ച് സത്യാഗ്രഹം ചെയ്യാൻ കഴിയില്ല നിയമം അനുസരിച്ച്. അതുപോലെ തന്നെ പുതിയ ന്യായ സംഹിത അനുസരിച്ച് നിങ്ങൾക്ക് കുറുവടിയുമായി, ദേശസ്നേഹത്തിന് വേണ്ടി കുറുവടിയുമായി റോഡിലൂടെ നിങ്ങൾക്ക് പരേഡ് നടത്താം. പക്ഷെ അല്ലാതെ കുറുവടി ധരിക്കാൻ പാടില്ല. അപ്പോൾ ആർക്കു വേണ്ടിയാണ് ആ കുറുവടി ന്യായം ഉണ്ടായിരിക്കുന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിമർശനാത്മകമായി തീർച്ചയായും സംസാരിക്കുക തന്നെ വേണം. ആരാണ് ഇന്ത്യൻ ഭരണഘടനയെ അട്ടിമറിച്ചത് എന്നുള്ള സുപ്രധാനമായ കാതലുള്ള ചോദ്യം നമ്മൾ എന്തുകൊണ്ടാണ് ഉന്നയിക്കാത്തത്? ഇന്ത്യയിലെ സവർണ ജനവിഭാഗങ്ങളും സവർണ പതാകവാഹകരുമാണ് ഇന്ത്യൻ ഭരണഘടനയെ ഇന്നും അട്ടിമറിച്ചുകൊണ്ടിരിക്കുന്നത്. ആ യാഥാർത്ഥ്യത്തെ എന്തുകൊണ്ടാണ് നമ്മൾ ചോദ്യം ചെയ്യാത്തത്? സാമൂഹ്യ സമത്വം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശയത്തെ സവർണ സംവരണം കൊണ്ട് തുരങ്കം വെച്ചു പാർലമെന്റിലെ മുഴുവൻ ഭൂരിപക്ഷവും. അതിനെതിരെ എന്തുകൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ജനങ്ങൾ യാതൊരു അക്ഷരവും മിണ്ടാതെ വായിൽ കദളിപ്പഴവുമായിട്ടിരുന്നു എന്ന ചോദ്യം നമ്മൾ ചോദിക്കണ്ടേ? എന്തുകൊണ്ട് നമ്മൾ ആ ചോദ്യം ചോദിക്കുന്നില്ല? നമ്മൾ അപ്പോൾ കദളിപ്പഴ ഉണ്ണികളായി മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഭാരതീയ സംഹിത പുറത്തു വന്നു, അതിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റും സെക്കൻഡ് ഡ്രാഫ്റ്റും പുറത്തു വന്നു. കേരളത്തിൽ എത്ര പേര് അതിനെതിരെ ന്യായ സംഹിതക്കെതിരെ എഴുതി? എൻ്റെ കണക്കുകൂട്ടൽ ഞാൻ വളരെ കുറച്ച് എഡിറ്റോറിയലുകൾ പോലും കണ്ടില്ല എന്നുള്ളത് നമ്മൾ കൊണ്ടു നടക്കുന്ന നിരക്ഷരതയുടെ ഏറ്റവും വലിയ തെളിവാണ്. വയറിൽ പ്രൊഫസർ ഡോക്ടർ മോഹൻ ഗോപാലിന്റെ 3 ഭാഗങ്ങളായി വന്ന പ്രബന്ധമല്ലാതെ ദേശീയ തലത്തിൽ പോലും ഭാരതീയ ന്യായ സംഹിതയെ വിമർശനാത്മകമായി സമീപിക്കുന്ന പ്രബന്ധങ്ങളൊന്നും തന്നെ കാണാൻ സാധിച്ചില്ല. മലയാളത്തിൽ പോലും വളരെ 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 ശുഷ്കമായി പോയി അതിനോടുള്ള പ്രതികരണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരം ആശയങ്ങളെ വിമർശിക്കാത്തത്? അതുപോലെ തന്നെ പശുവിനെ സംബന്ധിച്ച സ്ഥാനം, ഭരണഘടനയിൽ എങ്ങനെ പശു വന്നു? ആ പശു ഇപ്പോൾ നമ്മളെ തിന്നാനായി പുറത്തിറങ്ങി നിൽക്കുന്നു. ആ പശു ഇപ്പോൾ നമ്മളെ വഴിനീളെ അടിക്കാനായി വടിയുമായി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളോടൊന്നും തന്നെ നമുക്ക് പ്രതികരണമില്ലാതായി പോകുന്നത്? UGCയുടെ പുതിയ പോളിസി പുറത്തു വന്നു കഴിഞ്ഞു. എന്താണ്? ഡീ റിസർവേഷൻ പോളിസിയാണ്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും OBCക്കുമായി മാറ്റിവെച്ചിരിക്കുന്ന തസ്തിക രായ്ക്ക് രാമായണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാവുന്ന രീതിയിലേക്ക് ആ പോസ്റ്റുകളെല്ലാം ഡീ റിസർവ് ചെയ്യുന്ന ഒരു പോളിസി ഇപ്പോൾ മേക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾക്കകത്ത് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടും. എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷോഭം ഉയരാത്തത്? ഒരു ചെറിയ ചോദ്യം കൂടെ ഞാൻ ഉന്നയിച്ച് അവസാനിപ്പിക്കാം. ആദ്യം പറഞ്ഞതിലേക്ക് തന്നെ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൊതുപണം ഒഴുകുന്നത് സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് മാത്രമല്ല, സർക്കാർ സ്ഥാപനങ്ങളുടെ ഇരട്ടി സർക്കാരിൽ നിന്ന് പൊതുപണം വിനിയോഗിക്കപ്പെടുന്ന കേരളത്തിലെ എയ്ഡഡ് സ്ഥാപനങ്ങൾ, കോളേജുകൾ, സ്കൂളുകളിലേക്കൊക്കെയാണ്. അവിടുത്തെ ദളിതരുടെയും ആദിവാസികളുടെയും പ്രാതിനിധ്യം 0.34%. എന്തുകൊണ്ടാണ് നമുക്ക് ആത്മരോഷം ഉണ്ടാകാത്തതെന്ന് മാത്രം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. വസ്തുതകൾ ഉള്ളപ്പോൾ തന്നെ കേരളത്തിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾക്കെതിരെ പ്രതിരോധം ഉയർന്നിട്ടില്ല, സമരം ഉയർന്നിട്ടില്ല എന്നുള്ളത് വസ്തുതാ വിരുദ്ധവുമാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം ഇതിനെയൊക്കെ ഇത്തരം പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള വരുത്താൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ച്, അതുണ്ടാക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് ഏറ്റവും അധികം ചർച്ച ചെയ്തിരിക്കുന്നത് കേരളത്തിലെ അക്കാദമിക സമൂഹമാണെന്ന് എനിക്ക് നേരിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് എനിക്ക് നിശബ്ദമാകാൻ സാധ്യമല്ല.
എൻ്റെ പേര് ജയപ്രകാശ് പൊളരി എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. മനോജ് എനിക്കറിയാം, മാഷ്ക്കും അറിയാം. നവോത്ഥാനം ദലിതർക്ക് മാത്രമല്ല എന്ന് ആണ് എൻ്റെ വിശ്വാസം. ഇവിടുത്തെ നായർ കമ്മ്യൂണിറ്റി അച്ഛ എന്ന് വിളിച്ചു തുടങ്ങിയിട്ട് 100 വർഷത്തിന് താഴെയായിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഈ പറയുന്ന നവോത്ഥാനം ഇന്നും ഈ യുവജനോത്സവത്തിൽ മോഹൻ പഴിവളം വെച്ചാൽ മാത്രമേ നമ്മുടെ ആളുകൾ കഴിക്കുള്ളൂ. അവിടെ വേറൊരു ഒരു ദലിതനോ അവിടെ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു റെവല്യൂഷൻ കൊണ്ടുവരാനോ ഒരു ആൾട്ടർനേറ്റീവായിട്ട് കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മൾ പറയുന്നുണ്ട് വലിയ വികസനം പറയുന്നുണ്ട്. ഭാരതകുമാറിന്റെ മുഖത്തേക്ക് മൂത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ റോക്കറ്റ് വിട്ടത് കൂടി ആലോചിക്കണം. ഭാരതകുമാറിന് എന്ന് പറയുന്ന ഒരു ആദിവാസി ഗോത്രവർഗത്തിൽപ്പെട്ട ആളുടെ മേത്തേക്ക് മൂത്രം ഒഴിച്ചിട്ടാണ് നമ്മൾ ചന്ദ്രനിലേക്ക് റോക്കറ്റ് വിട്ടത്. വൈജേഷ് ശുക്ല എന്ന് പറയുന്ന സംഘപരിവാറിന്റെ ആളുകൾ അതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. നവോത്ഥാനം, ഇവിടുത്തെ നവോത്ഥാനം ആർക്ക് നവോത്ഥാനം എന്നറിയാം? നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉണ്ടായിരുന്ന കെ കരുണാകരൻ, കുട്ടപ്പൻ, ഡോക്ടർ കുട്ടപ്പൻ, വിദ്യാഭ്യാസത്തിലും സംസ്കാരത്തിലും ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന ഡോക്ടർ കുട്ടപ്പനോട് നിങ്ങൾ ഹരിജൻ പട്ടികജാതി വർഗത്തിൽ കൂടിയാണോ നിങ്ങൾ പ്രവർത്തിച്ച് KPC പ്രസിഡന്റ് ആയത്? അപ്പൊ അതിന് കുട്ടപ്പ അപ്പൊ തന്നെ മറുപടി പറഞ്ഞു, താങ്കൾ മാരാർ സമുദായത്തിൽ നിന്ന് പ്രവർത്തിച്ചിട്ടാണോ നിങ്ങൾ കേരള മുഖ്യമന്ത്രി ആയതെന്ന് അപ്പൊ തന്നെ മറുപടി പറഞ്ഞു. നമ്മുടെ നവോത്ഥാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശ്ശൂരം കൊണ്ടുണ്ടെങ്കിൽ 100 വർഷമായിട്ടില്ല ഇവിടുത്തെ ദരിദ്രം. പൂരം വരുമ്പോൾ ഓടി പൊളിക്കുന്നു. ഈ രാജ്യത്താണ് പറയുന്നത്. വിളക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രിക്ക് വിളക്ക് കയ്യിൽ കൊടുക്കാണ്ട് നേരത്തെ അജയ് ശേഖർ മാഷ് പറഞ്ഞു. വിളക്ക് കൊടുക്കാത്ത ഒരു കാലാണ് നമ്മുടെ രാജ്യത്ത്. ഒരു അനിൽ എന്ന് പറയുന്ന ചണ്ട പഠിച്ച നമ്മൾ നവോത്ഥാനം ഉദ്ഘോഷിക്കുന്ന ഈ ഗുരുവായൂർ ദേവസ്വത്തിൽ ചണ്ട കൊട്ടാൻ പോലും കഴിയാതെ അനിൽ എന്ന് പറയുന്ന ആളെ മാറ്റി നിർത്തി ആ രാജ്യം വെച്ചു പോന്നു. കലാമണ്ഡലത്തിൽ പഠിച്ച ആൾ. എവിടെയാണ് നമ്മുടെ നവോത്ഥാനം? നവോത്ഥാനം എന്ന് പറഞ്ഞ ഇവിടുത്തെ മഹാഭൂരിപക്ഷം വരുന്ന ദലിതർ, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, അതിന് രോഷം കൊണ്ടിട്ടൊന്നും കാര്യമില്ല ഇവിടുത്തെ കാര്യം. പിന്നെ സാമ്പത്തിക സംവരണത്തിൻ്റെ കാര്യമൊക്കെ നമുക്കറിയില്ല, അവർക്കറിയാം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരെ നടപ്പിലാക്കിയെന്ന് അവിടേക്ക് ഞാൻ പോകുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായിട്ട് പറഞ്ഞത് സഖാവ് MS നമ്പൂതിരിപ്പാടാണ്. പക്ഷെ നമുക്ക് വിയോജിപ്പുണ്ട്. പാർട്ടി അത് വോട്ടിനിട്ട് തള്ളി, അന്നത്തെ പാർട്ടി കേന്ദ്ര കമ്മിറ്റി വോട്ടിനിട്ട് തള്ളി. പോട്ടെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ നവോത്ഥാനം. ഇതിന് ഈ 2 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതെല്ലാം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുതി നിൽക്കേണ്ട ഒരു കാര്യമല്ല. യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ആ യാഥാർത്ഥ്യത്തിന് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കുകയും ചെയ്യേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുന്നു. യാഥാർത്ഥ്യം ഇപ്പൊ ശബരിമല വിഷയം വന്നപ്പോ ഒരു ഗവൺമെന്റ് വലിയ പ്രതിസന്ധിയിലായി. ആ ഗവൺമെന്റിനെ പിടിച്ചു നിർത്തിയതാരാ? ഇവിടുത്തെ സാധാരണ തൊഴിലാളികളും അവരുടെ കൂട്ടായ്മ. പിന്നീട് എന്തെങ്കിലും ആ സമൂഹത്തിന് എന്തെങ്കിലും ലഭിച്ചോ? അപ്പം ഞാൻ ചർച്ചയ്ക്കില്ല, ഞാൻ അത്തരം ചർച്ചയിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഒബ്സർവേഷൻ നടത്താനാണ് വന്നിട്ടുള്ളത്. അതായത് കേരളീയ സമൂഹം ഇന്ന് നേരിടുന്ന ഏറ്റവും ഗുരുതരമായ 2 ക്യാൻസർ ആണ്. വൺ ഈസ് ഇസ്ലാമോഫോബിയ ആൻഡ് അതർ ഈസ് ശൂദ്രൈസേഷൻ. ശൂദ്രവൽക്കരണവും ഇസ്ലാമോഫോബിയും. ഇസ്ലാമോഫോബിയയുടെ ഫൗണ്ടർ എന്ന് പറയുന്ന ആള് ഈ പറയുന്ന EMS നമ്പൂതിരിപ്പാടാണ്. കേരളത്തിൽ ഇത്രയധികം മുസ്ലിം വിരുദ്ധത ഉണ്ടാക്കിയിട്ടുള്ള ആള് EMS നമ്പൂതിരിപ്പാടാണ്. അദ്ദേഹമാണ് ശരീഅത്ത് വിവാദം കൊണ്ടുവന്നത്. മനസ്സിലായോ? ഇപ്പൊ അവരിങ്ങനെ EMS ആണ് UCC വിവാദം കൊണ്ടുവന്നത്, യൂണിഫോം സിവിൽ കോഡ്. തെറ്റായ വാദങ്ങൾ പറയുമ്പോൾ നമ്മൾ വീണ്ടും തെറ്റായല്ല, ഇത് ശരിയായ വാദ്യം. നിങ്ങൾ യു ആർ റെപ്രസെന്റേറ്റീവ് നായർ നസ്രാണി ഒളിഗാർക്കി, യു ആർ സ്പീക്കിംഗ് ഫോർ ഒളിഗാർക്കി. സ്റ്റോപ്പ് ഇറ്റ്. സദസ്സിൽ നിന്ന് ഉയർന്നിട്ടുള്ള വളരെ രൂക്ഷമായ ഒരു ശബ്ദം CPM-നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്നെ ആക്രമിക്കുന്നു എന്നുള്ള ഒരു രീതിയിലാണ് പറയുന്നത്. എനിക്ക് പറയാനുള്ളത് EMS കേരളത്തിലെ ഈ സംഘപരിവാർ ആശയത്തിന്റെ പിന്നെ ഫിലോസഫർ ആരാണെന്ന് ചോദിച്ചാൽ അത് EMS ആണെന്നുള്ളത് സ്ഥാപിക്കാൻ നമുക്ക് 100 കണക്കിന് തെളിവുകളുണ്ട്. സംഘപരിവാറിന്റെ സൈദ്ധാന്തികൻ അഭിനവ ശങ്കരനാണ് അദ്ദേഹം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. CPM M ഉണ്ടല്ലോ, M നമ്മളൊക്കെ കരുതിയത് മാർക്സിനെയാണ് ഉദ്ദേശിച്ചത്. യഥാർത്ഥത്തിൽ മനുവിനെ ആയിരുന്നു എന്നുള്ളത്. കാരണം അധികാരം കിട്ടിയ കാലത്ത് ഇത്തരം പരാമർശങ്ങൾ നമ്മൾ എന്താണോ പറയുന്നത് അതിനെ ആക്ടിവേറ്റ് ചെയ്യുക ചെയ്യുന്നത്. I can produce solid evidence for that.
CPM എന്നുള്ളത് ഒരു തീവ്ര ഹിന്ദുത്വ പ്രസ്ഥാനമാണെന്നുള്ളതിന് തെളിവ് ഇപ്പൊ ഭരിക്കുന്ന സ്റ്റേറ്റ് തന്നെയാണ്. കാരണം പ്രത്യക്ഷത്തിൽ BJPക്കും RSSനെതിരെ വിമർശിക്കുകയും അധികാരം RSSനെയും BJPയെയും സംരക്ഷിക്കാൻ ഒരു ഉളുപ്പുമില്ലാതെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. ഇപ്പൊ തന്നെ ഒരു SDPI മുസ്ലിം ചെറുപ്പക്കാരനെ കൊന്ന കേസിൽ പ്രതി നടപടി ഉണ്ടായപ്പോൾ അയാൾക്കെതിരായിട്ട് കേസ് നടപടി ഉണ്ടാവുകയും 15 പേരെ തൂക്കാൻ വയ്ക്കുകയും ചെയ്തു. പക്ഷെ ആദ്യം ഈ കൊലയിലേക്ക് നയിച്ച സംഭവം ഉണ്ടല്ലോ, ആ കൊല അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടന്നിട്ടില്ല. അതിനൊരു ഒരു പ്രോസിക്യൂട്ടറെ പോലും വെക്കാതെ വളരെ വ്യക്തമായിട്ട് RSS പരിപോഷണം നടത്തുന്ന പരിപാടിയാണ് ഈ കേരള സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് CPIM എന്നുള്ളത് കൃത്യമായിട്ട് മാർക്സ് അല്ല മനുവാണെന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗൗരവമായ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ ഒരു അവസരം കൂടി, അല്ലെങ്കിൽ നമ്മൾ ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കുന്നു. തീർച്ചയായിട്ടും ഇത് അവസാനിക്കുന്ന സംവാദമല്ല, എല്ലാത്തരം അഭിപ്രായങ്ങളെയും ഇവിടെ സ്വാഗതം ചെയ്യുന്നു. കാരണം വളരെ ഇത്തരം ചില നിരീക്ഷണങ്ങൾ ഒഴിച്ചാൽ ബാക്കിയെല്ലാം കൃത്യമായ നിരീക്ഷണങ്ങൾ, പലതും അക്കാദമികമായ നിരീക്ഷണങ്ങൾ, യാഥാർത്ഥ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പോൾ ഇന്ന് വർത്തമാനകാല സാമൂഹിക സാംസ്കാരിക അവസ്ഥയിൽ കേരളം എങ്ങനെയായിരിക്കണം എന്നുള്ള അഭിപ്രായ രൂപീകരണം നടത്തുന്നതിന് ഉതകുന്ന അഭിപ്രായങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഈ സെഷൻ ഇവിടെ അവസാനിക്കുന്നു.